ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോളാർ വുഡ് വെച്ചിട്ട് ഇന്ന് അടിപൊളി ചെമ്പകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ ചെമ്പകം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു വെള്ള ചെമ്പകം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചുവപ്പ് ചെമ്പകം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് പോലുള്ളൊരു ചെമ്പകം കണ്ടിട്ടില്ലേ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ ചെമ്പകം എങ്ങനെ ഉണ്ടാക്കുക, ഇതിന് എന്തൊക്കെ ആവശ്യമായ സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനം ഒരു നൂലെടുത്തിട്ടുണ്ട്. പിന്നെ റബ്ബറിൻ്റെ ഇലയാണ്. നമ്മൾ ചെമ്പകമാണ് ഉണ്ടാക്കുന്നത് സോളാർ വുഡിൻ്റെ ഫ്ലവർ വെച്ചിട്ട്. അതിന് ഇല കൊടുക്കാനായിട്ട് റബ്ബറിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കത്രിക, ഒരു ഗ്ലൂ, പിന്നെ ഒരു പെയിൻറ്, സോളാർ വുഡ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഗ്രീൻ കളറ് പെയിന്റ് ഈ ഇലയിലൊന്ന് കൊടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ഈ എല്ലാ ഇലയും ഒന്ന് കളർ കൊടുത്തെടുക്കാം കേട്ടോ. എല്ലാ ഇലയും ഇവിടെ കളർ ചെയ്തു. ഇനി നമുക്ക് ചെമ്പകം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. മുളയുടെ 2-3 തണ്ട് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കമ്പിയാണ് വേണ്ടത്. കമ്പി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 പീസ് ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ നടുക്ക് നമ്മൾ വേസ്റ്റ് കൊടുക്കുന്ന വേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഇതിലിപ്പോൾ വേസ്റ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഒരു 2 ഏതിൽ ഒരു 4 ഏതെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഒന്ന് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവുള്ളൂ. മുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് വളയ്ക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ വളഞ്ഞു കിട്ടും. അപ്പം ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഏതിൽ കട്ട് ചെയ്തെടുക്കുക. വൈറ്റ് കളർ ചെമ്പകവും ഈ കളറും 2 കളറും ഉണ്ടാവാറുണ്ട്. ഇവിടെ കുറച്ച് വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വേസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെമ്പകത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാനായിട്ട്. അപ്പം നനച്ച് വെച്ച ഈ പീസിനെ നമ്മൾ നടു ഇങ്ങനെ കൂട്ടി പിടിക്കുക. അവിടെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ അറ്റം പിടിക്കുക. കണ്ടോ, ഒരു മുട്ടിൻ്റെ രൂപമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററും ഒന്ന് പിടിക്കുക, ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക, നടുക്ക് വയ്ക്കുക, ഈ 2 സൈഡും ഒന്ന് പിടിക്കുക. കണ്ടോ, ചെമ്പകത്തിൻ്റെ രൂപമായി. ഇനി നമുക്ക് കുറച്ച് വിരിഞ്ഞ പോലെ ഒരു 4 ഇതളും കൊടുക്കാം. 4 സൈഡും 4 ഇതിൽ കൊടുത്തു. ഇനി ഗ്രീൻ ടൈപ്പ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തണ്ട് ചെറുതായിട്ട് കമ്പിയാണ് വെച്ച് കൊടുക്കുക. കമ്പി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ചെറിയൊരു ബാമ്പൂവിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് അത് കൊടുത്തിട്ടുണ്ട്. 4 ഇതിലും കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ടൈപ്പ് ചുറ്റി കൊടുക്കുക. മുട്ട് ഉണ്ടാക്കിയെടുക്കുക. മുട്ടും ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ മടക്കി കൊടുക്കുക, അറ്റം പിടിക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊള്ളച്ച് നിൽക്കുന്ന തരത്തിൽ ഇതും ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇതേപോലെ ഇങ്ങോട്ടും തിരിച്ചു വെച്ച് കൊടുക്കുക. എന്താ മുട്ടായിട്ടുണ്ട്. ഈ മുട്ടിനെ ഒന്ന് നമ്മളിങ്ങനെ നീട്ടി കൊടുത്തിട്ട് ഒരു ഗ്രീൻ കളറ്, ചെറുതായിട്ട് ഒരു ഗ്രീൻ കളറ്, പകുതി വിരിയുന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ ഉണ്ടാവുമല്ലോ, അതേപോലെ ചെറിയൊരു ഗ്രീൻ കളർ ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കുക. ഇനി ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഗ്രീൻ ടാപ്പ് ഇതിൽ ചുറ്റിയിട്ടുണ്ട്. ഇനി ഗ്രീൻ ടാപ്പ് ചുറ്റുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലെ നമുക്ക് ഈ ബാക്കിയുള്ള ഒരു പൂവും കുറച്ച് മുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലവർ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓരോ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്ന്. ഇങ്ങനെ ഒരു തണ്ടെടുക്കുക, മുളയുടെ ഒരു ചൂലിൻ്റെ ഈർക്കിൽ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. ആദ്യം ഒരു മുട്ട കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇല കൊടുക്കുക.
ഈ റബ്ബറിൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ ഫ്ലവർ കൊടുക്കുന്നതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ ഓരോന്നിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പലതും നമുക്ക് ചെയ്യാം. ഇനി ഒരു മുട്ടും കൂടി കൊടുക്കുക. ഒരു വിരിഞ്ഞത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മുട്ട് കൊടുത്തിട്ടുണ്ട്. റബ്ബറിൻ്റെ ഇല ശരിക്ക് ചെമ്പകത്തിൻ്റെ ഇല പോലെ തന്നെ ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇത് ശരിക്ക് എനിക്ക് നല്ലൊരു കറക്റ്റായിട്ട് ചെമ്പകത്തിൻ്റെ ഇലയും പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഐഡിയ പോലെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഈ പൂവൊക്കെ നമുക്കിങ്ങനെ വിടർത്തി വയ്ക്കാം. ഇങ്ങോട്ട് ഓരോന്ന് വിടർത്തി വയ്ക്കാം. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഒരു മുട്ടുണ്ട്, ഒരു ഇല ഉണ്ട്, ഇവിടെ ഒരു മുട്ടുണ്ട്, ഇവിടെ ഒരു ഇല ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു മുട്ട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സോളാർ വുഡിൻ്റെ ഒരു റോള് മാത്രം മതി. നമുക്ക് അടിപൊളിയായിട്ടുള്ള ചെമ്പകം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ചെമ്പകം നമ്മളിതാ വൈറ്റ് കളറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പിങ്ക് ഓറഞ്ച് കളർ ചെമ്പകവും. ഈ 2 കളർ ചെമ്പകം ഉണ്ടാകുന്നത് നമ്മൾ ശരിക്കും ഇല പോലെ തന്നെ ഉണ്ട് കേട്ടോ. റബ്ബറിൻ്റെ ഇല ചെമ്പകത്തിൻ്റെ ഇല പോലെ തന്നെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഐഡിയ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.